നൽകിയ ഊർജം ചെറുതല്ല. ഇപ്പോഴാകട്ടെ മനുഷ്യർക്കൊപ്പം എന്ന അർത്ഥവത്തായ സന്ദേശമാണ് ഈ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് എല്ലാ അർത്ഥത്തിലും കാലോചിതമായ സന്ദേശമാണ്. മനുഷ്യരെ മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ ഒക്കെ പേരിൽ വേർതിരിക്കാനും അകറ്റി നിർത്താനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണല്ലോ ഇത്. ആ പശ്ചാത്തലത്തിലാണ് ഇതിന് വർദ്ധിച്ച സാമൂഹ്യ പ്രസക്തി ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്, മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ മത തത്വസംഹിതകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചിലര് മതത്തെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാക്കാൻ ദുഷ്ടലാക്കോടെ ശ്രമിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ മതം പറയുന്നതിൻ്റെ സത്യാത്മക വശങ്ങളെ വിശദീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ 90 കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നത് എത്രയോ അഭിനന്ദനീയമാണ്. അദ്ദേഹം മതേതരത്വത്തിൻ്റെ കാവലാൾ ആവുകയാണ്. രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മാത്രമല്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ്. പൗരത്വ നിയമങ്ങളിലെ ഭേദഗതികൾ മുതൽ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുന്നതുവരെ നീളുന്നു ആ വിവേചന നയങ്ങൾ. നീതിന്യായ വ്യവസ്ഥയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതും നാം കാണേണ്ടതാണ്.